ഇന്നലെ കിടന്നപ്പോഴേ എന്തോ പന്തികയുടെ മണത്തതാണ്. പനി വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയിരുന്നു. കറക്റ്റായിട്ട് പനി വന്നിട്ടുമുണ്ട്. പക്ഷേ ഈ പനി വരുന്ന സമയത്തിൻ്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ രാവിലെ ലേറ്റായിട്ട് എണീറ്റെന്ന് വിചാരിച്ചിട്ട് പേടിച്ച് ആയിട്ട് വന്നപ്പോഴത്തേക്ക് ശൈലം ഓരോന്നും ജോലികളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ ദോശ എന്നെ ചതിച്ചു. ദോശ അങ്ങോട്ട് കല്ലിൽ നിളവി വരാൻ പാടാണ്. നമ്മുടെ ചട്ടുവത്തിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ശൈലമ്മ തലേന്നത്തെ മീൻകറി വേണമെന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ശൂരക്രിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ്. പഴങ്ങഞ്ഞ് കുടിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ പനി ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സൈഡിലോട്ട് പോയില്ല. കുക്കിംഗ് എല്ലാം കഴിഞ്ഞാൽ മാത്രമേ ഞാൻ വേദുവിനെ വിളിക്കാനായിട്ട് മേളിലോട്ട് പോകത്തുള്ളൂ. പിന്നെ അവനെ വിളിച്ചുണർത്തുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇനി ക്ലാസ്സിന് കൊണ്ട് റെഡിയാക്കുന്നവരെയും അവൻ്റെ പുറകെ തന്നെ ആയിരിക്കും. അവനെ ഉണർത്തിട്ട് അവൻ പിന്നെയും വേണ്ട നമ്മുടെ കട്ടിലിൻ്റെ ഈ സൈഡിൽ വന്നിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. പുറത്ത് മഴയായിട്ട് നല്ല മടിയുണ്ട് എനിക്ക്. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ബുക്കിൽ എഴുതാറുണ്ട്. പിന്നെ എല്ലാം ചടപടയെന്നായിരിക്കും. പിന്നെ അവന് കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു നോക്കും. തന്നെ ആശം കഴിച്ചോളും. ആശം കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ടൈമിൽ ഞാൻ റെഡിയായിട്ട് വരും. വന്നു കഴിഞ്ഞാൽ വേദുവിൻ്റെ ലഞ്ച് പാക്കിംഗ് ആയിരിക്കും. ഒരു ദിവസം ചോറാണെങ്കിൽ ഒരു ദിവസം ഞാൻ കാപ്പി എന്തെങ്കിലും കൊടുത്തു വിടും. ഇവിടെ 2 മാസത്തിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ബാഗ് തേണ്ടി ഈ പരുവാക്കി വെച്ചിട്ടുണ്ട്. ഇനി പുതിയ ബാഗ് വാങ്ങിക്കണം. ഇത് തയ്ക്കാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ആശം ഭയങ്കര ടഴഞ്ഞ് താങ്ങി തൂങ്ങിയൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ കരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ 2 മിഠായി എടുത്തു. ഇതാണ് നമ്മുടെ നാട്ടിലെ മുത്തശ്ശി. വായെല്ലാം കഴിച്ചിരിക്കുന്നതായിട്ട് മിഠായി വാങ്ങിച്ചത്. ഇനി വീട്ടിൽ ചെന്ന് ഗുളികയും കഴിച്ച് കിടന്നൊന്ന് ഉറങ്ങണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.